നമ്മുടെ സുഖവും സന്തോഷവും മനസമാധാനവും എല്ലാം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് കേൾക്കുമ്പോൾ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിക്കാറുണ്ട്, ഇതൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാം. ജീവിതത്തിൽ ആർക്കും ഇതൊന്നും ചെയ്യാനൊന്നും സാധിക്കില്ല. എല്ലാവരും സാധാരണ മനുഷ്യരാണ്. പക്ഷേ ഇന്ന് എൻ്റെ കൺമുന്നിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ചിന്തയെ ഒന്ന് ആട്ടി ഉലച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അതെന്താന്ന് വെച്ചാൽ, ഇവിടെ ഒരു ദേവകാര്യത്തിന് വേണ്ടി ഒരു കൂട്ടായ്മയിലെ കുറച്ച് ആളുകൾ ചേർന്ന് പണം സമാഹരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹം എല്ലാവരും അവരവർക്ക് എത്ര രൂപ വീതം സംഭാവന നൽകാൻ സാധിക്കും എന്നൊരു പേഴ്സണൽ മെസ്സേജ് അയക്കാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ ഈ ദേവകാര്യത്തിനായിട്ട് നമ്മൾ എത്ര രൂപ നൽകും എന്നൊരു കണക്ക് വേണമല്ലോ. അപ്പോൾ അതിലൊരാൾ അയച്ചത് എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി വന്നായിരുന്നു. അപ്പോൾ അതിങ്ങനെയായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഗുരുനാഥ, ഇപ്പോൾ 250 രൂപയോളം മാത്രം എൻ്റെ പക്കലുള്ളൂ. ചില കോടതി വിഷയങ്ങൾ മൂലം ഞാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 3-4 മാസമായിട്ട് ഡിലേ ആയിട്ട് കിടക്കുവാണ്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് 2-3 മാസമായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം അത് കാരണം ഇപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഭഗവാൻ പണത്തിനുള്ള എന്തെങ്കിലും വഴി തുറന്നു തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നാൽ ആകുന്ന വിധത്തിൽ ദേവിക്ക് ഞാൻ സമർപ്പിച്ചോളാം. അല്ലാത്ത പക്ഷം സമർപ്പണ സമയം എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് 10 രൂപയാണെങ്കിൽ കൂടിയും അത് പൂർണ്ണ ഭക്തിയോടെ അതെങ്കിലും നൽകാൻ ഭാഗ്യം തന്ന ദേവിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സമർപ്പിച്ചോളാം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 250 രൂപ മാത്രം സമ്പാദ്യം ബാക്കിയുള്ള അയാൾ പറയാണ് ഭഗവാൻ അനുവദിച്ചാൽ പണം നൽകാമെന്നും, ഇനി അത് സാധിച്ചില്ലെങ്കിൽ പണം പിരിക്കുന്ന സമയത്ത് ആകെ 10 രൂപയെ കയ്യിലുള്ളൂ എങ്കിൽ അത് സമർപ്പിക്കാൻ അവസരം തന്നതിൽ ദേവിയോട് നന്ദി പറഞ്ഞുകൊണ്ട് അത് ഞാൻ സമർപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ പണം തീർന്നത് കൊണ്ട് ഞാൻ സമർപ്പണം തരില്ല എന്നോ, പണം ഇല്ലാത്തത് ദേവി കാരണമാണെന്നോ അങ്ങനെയൊന്നും പറയാതെ ബാക്കി വരുന്ന 10 രൂപയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ കയ്യിലെ അവസാന 1 രൂപ വരെ ഒരു മടിയും കൂടാതെ ദേവിക്ക് സമർപ്പിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദുഃഖം, സന്തോഷം, മനസമാധാനം എല്ലാം നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ലളിതമായ ഉദാഹരണം. പണം ഇല്ലാത്തതിന്റെ ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിക്കാതെ ഇനിയും പണം വരാൻ സാധ്യത ഭഗവാൻ തന്നെ തുറന്നു തരുമെന്നും, ഇത് അഥവാ ഇനി തന്നില്ലെങ്കിൽ അതിൽ ഫ്രസ്ട്രേറ്റഡ് ആവാതെ എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഭഗവതിക്ക് സമർപ്പിക്കും എന്നും പറയുന്നത്, ഇതല്ലേ ഏറ്റവും ലളിതമായ ഉദാഹരണം. ഇതെല്ലാം നമ്മൾക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി നന്ദിയോടുകൂടി, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഹരോഹര.